കുപ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകനായ BM ആളൂർ അന്തരിച്ചു. ക്രിമിനൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആളൂരിൻ്റെ മരണം വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്നതാണ്. എത്ര തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്താലും അവർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ക്രിമിനൽ അഭിഭാഷകനായിട്ടാണ് ആളൂരിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനത്തെ പല വക്കീലന്മാരും പല കേസുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുനിൽക്കുകയും ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന പല കേസുകളും ആളൂർ പാഞ്ഞ് ഏറ്റെടുക്കുകയും അത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ളതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസുകളിലൊന്നാണ് ഗോവിന്ദചാമിയുടെ കേസ്. സൗമ്യ വധക്കേസ് എന്ന രീതിയിൽ അത് അറിയപ്പെടുന്ന ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വക്കീലുമാരെല്ലാവരും മാറി നിന്നു. അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഗോവിന്ദചാമി ചെയ്തത്. വക്കീലുമാർ പോലും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വന്ന സമയത്താണ് ഈ കേസ് ആളൂർ ഏറ്റെടുക്കുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വാദങ്ങൾ നടന്ന് അത് മുൻകൂർ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ നടന്നു വരുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് രണ്ടാമത് വിവാദമായിരിക്കുന്ന മറ്റൊരു കേസാണ് കൂടത്തായി ജൂലി കേസ്. അത് വിഷം കൊടുത്തുകൊണ്ട് ബന്ധുക്കാരെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ കേസിനും ആ വക്കീലുമാർ പുറകോട്ട് നിന്ന സമയത്ത് ആളൂർ മുന്നോട്ട് കയറി നിന്നുകൊണ്ട് ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് വാദിച്ച വിവരം. പിന്നീട് മറ്റൊരു വിവാദ വിഷയം എന്ന് പറഞ്ഞാൽ എലത്തൂരിലെ നരബലി കേസായിരുന്നു. ഇതിനും വക്കീലുമാർ മുന്നോട്ട് വന്നിട്ടില്ല, പകരം ആളൂർ ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് നടത്തി. ഇത്തരം വിവാദമായിരിക്കുന്ന കേസുകളിലൊക്കെ മുഖം കാണിക്കുകയും അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും അതോടൊപ്പം തന്നെ ആളൂർ അറിയപ്പെടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ക്രിമിനൽ ലോയറായിട്ടാണ് ആളൂരിനെ അറിയപ്പെടുന്നത്. തൃശ്ശൂരിലെ എരുമപ്പെട്ടി സ്വദേശിയായ ബിജു ആൻ്റണി ആളൂർ എന്ന് പറയുന്ന ആളാണ് BA ആളൂർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹമാണ് അന്തരിച്ചിരിക്കുന്നത്. കുപ്രസിദ്ധമായിരിക്കുന്ന എല്ലാവിധ കേസിലും ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു ആശ്രയമുണ്ട് എന്ന് ക്രിമിനൽ പ്രതികളായിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ ഒരു പേര് കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ആളൂർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ജനകീയപരമായിരിക്കുന്ന മുഖം ഏറെക്കുറെ ഇല്ലാത്ത വ്യക്തി എന്നുള്ള വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തൊക്കെ വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ് ഗോവിന്ദചാമിയുടെയും കൂടത്തായി ജൂലി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ മരവിപ്പിച്ച് പോയിരിക്കുന്ന അത്രയും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിലെ ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യപരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്. അത് നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഗോവിന്ദചാമി വിഷയത്തിലൊക്കെ സൗമ്യയോട് വലിയ രീതിയിലുള്ള താല്പര്യങ്ങൾ ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ട ചാമിയെ പരസ്യമായ രീതിയിൽ തൂക്കിലേറ്റണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല ചാനലുകളും ഈ വിഷയമായിട്ട് ഉണ്ടായതുമാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ആളൂർ വരുന്ന സമയത്ത് പ്രതികൾ ഉണ്ടാവണം, ക്രിമിനലായിരിക്കുന്ന പ്രതികൾ രക്ഷിക്കാൻ ഞാനുണ്ട്, നിങ്ങൾ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തോളൂ എന്ന് പറയുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇത്തരം കേസുകളൊക്കെ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുക എന്നുള്ള അഭിമുഖം പോലും അദ്ദേഹമായിട്ട് പല ചാനലുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജനകീയ മുഖം അത്രയൊന്നും ക്ലിയർ അല്ലെങ്കിൽ പോലും ചാനലുകാർക്ക് ആളൂർ എന്ന് പറയുന്ന കക്ഷി വലിയ ആനന്ദമായിരുന്നു, വലിയ വൈകാരികമായിരിക്കുന്ന ബന്ധമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളും കേസുമായിട്ട് ബന്ധപ്പെട്ടത് ലഭിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും രീതികളും കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോംബെ ഹൈക്കോടതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ അനുഭവ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണവുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ അനുഭവ കാര്യങ്ങൾ ചാനലിലൂടെ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ലോകം അറിഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ ഓരോരോ ചാനൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടും ആളൂർ ശ്രദ്ധേയനായി അറിയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കേസുകളെത്തി സർക്കാർ തരത്തിലുള്ള കേസ് പോലും വാദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അത് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അതിനൊരു പൂർണ്ണത ഒന്നും പിന്നെ കിട്ടിയിട്ടില്ല. ഈ ആളൂർ ഒരു അഭിമുഖത്തിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം ഒരു പ്രതി FIR ഇടുന്നത് കൊണ്ട് പ്രതി ആവുന്നില്ല. വാദവും പ്രതിവാദവും നടത്തി അതിൻ്റെ കൃത്യമായിരിക്കുന്ന രേഖകളൊക്കെ ഹാജരാക്കി അത് മജിസ്ട്രേറ്റിന് ബോധ്യമായി പ്രതിക്കും ബോധ്യമായതിനു ശേഷം മാത്രമാണ് വിധി പറയുന്നത്. വിധി പറയുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഒരാൾ പ്രതിയാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ രാജ്യദ്രോഹ കേസ് കുറ്റം ചുമത്തിയ ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇയാളുടെ ഭാഗം കേൾക്കാൻ വേണ്ടി കോടതി തയ്യാറാകും. അങ്ങനത്തെ ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഏതോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് ഈ രാജ്യദ്രോഹ കേസായതുകൊണ്ട് വക്കീലുമാർ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു വക്കീലിനെ നിയമിക്കാൻ വേണ്ടി ഉത്തരവുണ്ടായി എന്നാണ്. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് തോന്നുന്നത്. പാകിസ്ഥാന്റെ തൂക്കിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട അതോടനുബന്ധിച്ചൊരു കേസാണ് ഏതായാലും. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത്, കോടതി പോലും പറയുന്നത് എന്താണ്,
പ്രതിയുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു വക്കീലുമാർ വേണം. അങ്ങനെ കോടതി വക്കീലിനെ നിയമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ന്യായീകരണ കാര്യങ്ങൾ ഇങ്ങനെയാണ്. സൗമ്യ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദചാമി പ്രതിയാണെങ്കിലും ആ പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു വക്കീൽ ഉണ്ടാവണം. അയാളുടെ ഭാഗം എന്താണെന്ന് കോടതിക്ക് അറിയണം, എന്നിട്ടാണ് ശിക്ഷ വിധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഹാജരായത് എന്നാണ് പറയുന്നത്. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചപ്പാട് തെറ്റാണ്. ക്രിമിനൽ പ്രവർത്തികൾ ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത് തെറ്റിദ്ധാരണ പരത്തുന്നു. ആര് എത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്താലും വാദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളൂരിനെ പോലെ കഴിവുള്ള മിടുക്കരായിരിക്കുന്ന നിയമത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുണ്ട് എന്ന് പറയുമ്പോൾ കുറ്റവാളികൾ കുറ്റം ചെയ്യാനുള്ള പ്രോത്സാഹനം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജനകീയ മുഖം അത്രയൊന്നും ആളൂരിന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ചാനലുകാർക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഭിമാനമുള്ള കാര്യമാണ്. ഇദ്ദേഹമായിട്ടുള്ള അഭിമുഖം കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രേക്ഷകരായിട്ട് നിൽക്കുന്നു എന്ന് ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു ചാനലുകാർ പറഞ്ഞിട്ടുണ്ട്. അഭിമുഖം നടത്തുന്ന സമയത്ത് ആളൂരിനെ നമ്മൾ ശരിക്കും പറഞ്ഞ അഭിമുഖത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അഭിമുഖം കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നു എന്നതിനാൽ നമ്മൾ എന്തിനാണ് അവരെ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതായിരുന്നാലും അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു. സമാനമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഇപ്പോഴും ഉയർന്നു വന്നിട്ടില്ല. ആളൂരിന് തുല്യം ആളൂരായിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ പോലെ തന്നെ ഇത്രയും കൃത്യമായ രീതിയിൽ കേസ് പഠിച്ചുകൊണ്ട് അതേക്കുറിച്ച് വാദം നടത്താൻ വേണ്ടി പ്രഗത്ഭരായിരിക്കുന്ന ആളുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറവാണ് എന്ന് പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹം അന്തരിച്ചു. അതോടുകൂടി ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ കേസ് നടത്തുന്ന, അതിനെക്കുറിച്ച് താല്പര്യം പ്രകടിപ്പിക്കുന്ന, അതേക്കുറിച്ച് ചിന്തിക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ആളുകൾക്കും പ്രതി ആവാനുള്ള ആളുകൾക്കും വലിയ നിരാശയും വലിയ പ്രയാസവും ഉണ്ടാവും. ഇനി ആളൂർ വരില്ല, ആളൂരിന് പകരമായിരിക്കുന്ന ഒരാൾ ഇനി ഏത് കാലത്താണ് വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇനി ഭാവിയിൽ നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമാണ്. രംഗത്തില്ല എന്നുള്ളത് ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു സത്യമാണ്.